ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കുന്ന പുതിയൊരു വണ്ടിയായിട്ടാണ് ഗൈസ്. അതായത് ഓൾഡ് മൊബൈൽ 422 എന്നാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ പേര്. ഗൈസ്, ഈ ഒരു വണ്ടി കാണാൻ അടിപൊളിയാണ് ഗൈസ്. അതായത് ഒരു മസിൽ കാർ ലുക്കാണ് ഗൈസ്. പിന്നെ നമ്മൾക്ക് ഈ വണ്ടി ഇങ്ങനെ തന്നെ കാണാൻ നമുക്ക് ലുക്കാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് നമ്മൾ പണിയുമ്പോൾ കുറച്ച് എൻജിനും കാര്യങ്ങളും പിന്നെ വണ്ടിയുടെ പെയിൻ്റ് ഒന്ന് മാറ്റും. നമ്മൾ അങ്ങനെയാണ് ഗൈസ് എല്ലാ വണ്ടിയും പണിയുന്നത്. അല്ല എക്സ്ട്രാ നമ്മൾ സംഭവങ്ങളൊന്നും കയറ്റാറില്ല ഗൈസ്. നമ്മൾ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ കയറ്റാറുണ്ട് ചിലതിനൊക്കെ ഗൈസ്. ഇതിൽ നമ്മൾ കയറ്റുന്നില്ല ഗൈസ്. ഇതല്ല അതിൻ്റെ ലുക്ക് ഗൈസ്. എന്തായാലും കൊള്ളാം, നമുക്ക് ഇതിൻ്റെ എഞ്ചിനൊക്കെ പണിയാം ഗൈസ്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഗൈസ്. എത്രയോ വീഡിയോ ഇട്ടിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂസ് ഇല്ല ഗൈസ്. ഇതിന് മുന്നേ ഒരു പോർഷയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അടിപൊളി വണ്ടിയാണ് ആ വണ്ടി കാണാൻ ഗൈസ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ നോക്കുക ഗൈസ്. ഷോർട്സ് കാണുന്നവരാണെങ്കിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട് ഗൈസ്, എല്ലാം കിടപ്പുണ്ട്, നോക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വണ്ടി ഗ്യാരേജിലേക്ക് വിടാം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗൈസ്. വണ്ടി ഗ്യാരേജിൽ കൊണ്ടുപോവുക, പണിയുക, ഇറക്കുക, വണ്ടി നമ്മൾ ട്രാക്കിൽ കൊണ്ടുപോകുക ഗൈസ്. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് ഗൈസ്. നമുക്ക് നേരെ ഗ്യാരേജിലോട്ട് പോവാം ഗൈസ്. വണ്ടി ചള്ളയെല്ലാം ആവുന്നുണ്ട്, കുറച്ച് ചള്ളയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇപ്പോഴും സ്പ്രിങ് സീസൺ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഗൈസ്. എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, സ്നോ സീസൺ വരല്ലേ എന്ന് ഗൈസ്. റെയിനി ആണെങ്കിലും സീനില്ല, സ്പ്രിങ്ങും വലിയ സീനൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ വേറെ ഏതാ ഗൈസ്, ബാക്കി സമ്മർ സീസണൊന്നും വലിയ സംഭവം കുഴപ്പമൊന്നുമില്ല ഗൈസ്. പക്ഷേ നമുക്ക് സ്നോ ഗൈസ് സഹിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലായിടത്തും മഞ്ഞായിരിക്കും ഗൈസ്. നമ്മുടെ വണ്ടി അതുപോലെ പതുങ്ങുകയും ചെയ്യും. പിന്നെ നമുക്ക് ബാലൻസും കൺട്രോളും ഒന്നും കിട്ടില്ല. അത് ഭയങ്കര ടാസ്ക്കുള്ളൊരു സമയമാണ് ഗൈസ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സമയമാണ് നമ്മുടെ സ്നോ എന്ന് പറയുന്നത് ഗൈസ്. കുറേ പേർക്കൊക്കെ ഇഷ്ടം കാണും, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ എന്നാലും എൻ്റെ പേഴ്സണലി ഉള്ള ഒരു സംഭവമാണ് പറഞ്ഞത് ഗൈസ്. എന്തായാലും നമുക്ക് ഗ്യാരേജിലേക്ക് വണ്ടി കൊണ്ടുപോകാം ഗൈസ്. പാറമടയാണെന്ന് തോന്നുന്നു ഗൈസ്, ഇതൊരു പാറമടയാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം ഗൈസ്. വണ്ടിക്ക് അത്യാവശ്യം പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഗൈസ്, പവറൊക്കെ അത്യാവശ്യം ഉണ്ട്. നമുക്ക് നൈസാണ് വണ്ടിക്ക്, വലിയ ഇത് സീനൊന്നും ഇല്ല. വണ്ടി നൈസായിട്ട് പോകുന്നൊക്കെ ഉണ്ട്, പവറൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ വണ്ടി പണിത് കഴിയുമ്പോൾ ഇച്ചിരി പവറൂടെ കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ കാര്യം, ഈ ഒരു വണ്ടിയുടെ വലുതായിട്ട് നമ്മൾ ലുക്ക് നമുക്ക് അറിയത്തില്ല, കാരണം നമ്മൾ ഇതില്ലേ എന്തായിരുന്നു, കോണ്ടസയുടെ കൂട്ടൊരു ലുക്കാണ് ഗൈസ്, ചെറിയൊരു ലുക്കുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ഞാൻ പറയുന്ന ഇതില്ല, ഡോഡ്ജിൻ്റെ പണ്ടത്തെ ചാലഞ്ചർ ഗൈസ്, അതിൻ്റെയൊക്കെ ഫ്രണ്ട് ലുക്ക് പോർഷൻ അങ്ങനെയാണ്. ബാക്കിന് നല്ല വ്യത്യാസമുണ്ട് ഗൈസ്. ബാക്ക് ഒരു യുണീക്ക് പീസാണ് ബാക്ക് വശം വരുന്നത് ഗൈസ്. പിന്നെ കൺട്രോൾ അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഞാൻ വണ്ടി ബ്രേക്ക് പിടിക്കാൻ നോക്കിയിട്ട് വണ്ടി അങ്ങ് പോയി ഗൈസ്. അതായത് ഇങ്ങനത്തെ ടൈപ്പ് കാറിനൊക്കെ കൺട്രോളിങ്ങും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമുക്ക് നേരെ ഗ്യാരേജിലേക്ക് വിടാം. ഓക്കെ ഗൈസ്, നമ്മൾ ഗ്യാരേജിൽ എടുക്കാറായി ഗൈസ്. ഇനി ഒരു 500 മീറ്ററൂടെയാണ് അവർ പറയുന്നത് ഗൈസ്. അതായത് നമ്മുടെ വീട്ടിലേക്ക് നമുക്കൊരു 500 മീറ്ററൂടെ ഉള്ളൂ ഗൈസ്. വണ്ടി സെറ്റാണ് ഗൈസ്, വണ്ടി കാണാനൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഗോൾഡും ഈ ഒരു വൈറ്റും പെയിൻറ്റൂടെ. പക്ഷേ ഗൈസ് നമുക്കിത് സ്റ്റോക്ക് കണ്ടീഷനാണ്, ഈ ഒരു പെയിൻറ്റ് സ്റ്റോക്കാണ് ഗൈസ്. നമ്മൾ എന്തായാലും ഈ പെയിൻ്റ് അങ്ങ് മാറ്റും. നമുക്ക് ഈ ഒരു പെയിൻറ്റ് വേണ്ട, കാരണം നമുക്ക് വണ്ടി തരുമ്പോൾ ഈ ഒരു പെയിൻ്റ് അല്ലേ. എന്തായാലും നമുക്കൊരു ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്യണം ഗൈസ്. എന്തായാലും നമ്മൾ വണ്ടി പണിയല്ലേ ഗൈസ്, ഏത് പെയിൻ്റ് ആണെങ്കിലും നമ്മൾ ഇത് അങ്ങ് മാറ്റും ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെയാണ് ഗൈസ് നമ്മൾ വണ്ടി പണിയാൻ പോകുന്നത് ഗൈസ്. ഇവിടെ ഇട്ടാണ് നമ്മൾ വണ്ടി പണിയുന്നതും. നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ട് ഗൈസ്, എവിടെ ഇടിച്ചാലും കല്ലും കുന്തോ എല്ലാം ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതേണ്ടേ ഗൈസ്, കാണാൻ ലുക്കാണ് കേട്ടോ വണ്ടി കിടക്കുന്നത്, രസമാണ് ഗൈസ് കാണാൻ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ പണിതിറക്കിയ വണ്ടി എന്ന് പറയുന്നത് ഗൈസ്. ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്ന കളറ്, ഒരു ഗ്രീനാണ് ഗൈസ്. അതും നോർമൽ ഗ്രീൻ അല്ല, ഡാർക്ക് ഗ്രീനാണ് ഗൈസ്. നമ്മൾ റിമ്മൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, വണ്ടി ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയറിനകത്ത് ഗ്ലാസും കാര്യങ്ങൾക്കൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു സംഭവം ഇല്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനകത്ത് അവർ വെച്ചേക്കുന്ന ഒരു സംഭവം ഇല്ലേ ഡോഡ്ജിൻ്റെ ഫ്രണ്ടിൽ, മറ്റേ അതൊക്കെ നമുക്ക് വെക്കായിരുന്നു വേണമെങ്കിൽ ഗൈസ്. നമ്മൾ അതൊന്നും വെച്ചിട്ടില്ല. അതിന് ഒരു വെറൈറ്റി ആയിട്ടാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഗൈസ്. അത് നമുക്കിതൊരു വെറൈറ്റി തന്നെയാണ് ഗൈസ്. പിന്നെ സ്പോയിലറൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എൻജിൻ പണിതിട്ടുണ്ട്, ട്വിൻ ടർബോ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ട്വിൻ ടർബോയുടെ വലിയ സൗണ്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ എന്ന് പറയാനുള്ളത്
നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പവർ അപ്പ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലിങ് അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ബാലൻസിങ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കൂടുതലും പവർ അപ്പ് ആകുമ്പോൾ കൂടുതലും ബാലൻസിങ് ഭയങ്കരമായിട്ട് കുറയും ഗൈസ്. അത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഞാൻ ഒരു BMW പണിതുകൊണ്ട് എനിക്കറിയാം ഗൈസ്. അത് ഞാൻ അത് അഹങ്കാരം മൂത്തന്നെ പണിതാണ്. പക്ഷേ ആ വണ്ടി ആകെ കൊള്ളാന്ന് ഗൈസ്. ജസ്റ്റ് ഷോ ഓഫിനാണ്, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും അതുകൊണ്ടൊരു ഗുണമില്ല ഗൈസ്. ആ വണ്ടി പിന്നെ ലാസ്റ്റ് ഞാൻ മുഴുവൻ അഴിച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് പണിതിട്ട് ഗൈസ് ഒന്നുകൂടെ കളത്തിലിറക്കണം. എന്തായാലും കൊള്ളാം ഗൈസ്. നമ്മുടെ വണ്ടി ഇങ്ങനത്തെ ഒരു ലുക്കാണ്. ഇന്ത്യയിലെ പണ്ടത്തെ വിൻറ്റേജ് വണ്ടി തന്നെയാണ് ഗൈസ്. വിൻറ്റേജ് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഗൈസ്, വിൻറ്റേജ് വണ്ടി ഗൈസ്. ഇതിൽ വേറൊരു വ്യത്യാസവും ഇല്ല. വണ്ടി സെറ്റാണ്, ഒരു സീനും ഇല്ല ഗൈസ്. നമുക്കിനിയും 10 കിലോമീറ്റർ പോകാനുണ്ട്. നമ്മൾ എന്താണേലും ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യും ഗൈസ്. എന്നാലേ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് ഒന്ന് ലെങ്ത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിരിക്കും ഗൈസ്. നമ്മുടെ വണ്ടിയിലെല്ലാം പൊടി പറ്റിയിട്ടുണ്ട് നല്ലപോലെ ഗൈസ്. ഒരു അല്ലാത്ത കണ്ടോ, ഈ കളറൊന്നും അല്ലല്ലോ നമുക്ക് ഗൈസ്. എന്തായാലും നമുക്കത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ കളർ ഏതായിരുന്നെന്ന് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം ഗൈസ്. വണ്ടിക്ക് പവർ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് പവർ ഉണ്ട് ഗൈസ്. എന്തായാലും ഒരു 280 അടിക്കുള്ള പവറേലും കുറഞ്ഞത് വണ്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് കുറവടിച്ചെങ്കിൽ എന്നെ ഒന്നും പറയില്ലേ ഗൈസ്. കാരണം നമ്മൾ അത്രയും പവർ, നമ്മൾ മാക്സിമം പവർ ബാലൻസിങ് കൂടെ ഒന്നിച്ചാണ് കൊടുത്തേക്കുന്നത്. ചിലയിടത്തൊക്കെ പവർ കൂടുമ്പോൾ ഭയങ്കരമായിട്ട് ബാലൻസിങ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ ആ പവറൊന്നും നമ്മൾ കൊടുക്കാൻ ഗൈസ്. പവർ കൊടുക്കാൻ പറ്റും ഗൈസ്, ഭയങ്കര പവർ ആക്കാൻ പറ്റും, ഹെവി പവർ ആക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വണ്ടി ബാലൻസ് അതുപോലെ കുറയുകയും ചെയ്യും ഗൈസ്. നോക്ക് ഇപ്പം തന്നെ സെറ്റാണ് ഗൈസ്. 150 കയറി ഗൈസ്. അപ്പം ഇത് മതി ഗൈസ്. ഈ ഒരു പവർ തന്നെ ധാരാളമാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഒരു പവർ തന്നെ മതിയല്ലോ ഗൈസ്. പിന്നെ എന്താണ് ഗൈസ്, നമുക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ ഒരു സീനും ഇല്ല. വണ്ടിയുടെ സൈലൻസർ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവില്ല. ആ 2 സൈലൻസർ ഗൈസ് കണ്ടോ, ഇപ്പോൾ പൊട്ടിയില്ലേ, അതാണ് നമ്മുടെ സൈലൻസർ എന്ന് പറഞ്ഞാൽ ഗൈസ്. ലൈറ്റ് ബാക്കിലത്തെ ആ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം ഗൈസ്. നമ്മുടെ വണ്ടി ഇപ്പോൾ വൃത്തിയാവും. കുറച്ചുകൂടെ റോഡിൽ ഓടിക്കഴിയുമ്പോൾ ആ ചള്ളയും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും ഗൈസ്. പിന്നെ വണ്ടി വീണ്ടും ശരിയാവും. അല്ലാതെ നമ്മൾ മണ്ണിക്കൂടെ തന്നെ ഇട്ട് ഓടിക്കുമ്പോഴാണ് ഈ ചള്ളയൊന്നും പോകാത്ത ഗൈസ്. ഇപ്പോൾ തന്നെ കുറച്ച് ചള്ള പോയിട്ടുണ്ട് ഗൈസ്. എനിക്ക് നമ്മുടെ റോഡിൽ വെള്ളമയം കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ചില സ്ഥലത്താണ് ഗൈസ് ഈ വെള്ളമയം ഗൈസ്. ഇപ്പോൾ വണ്ടി കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ റോഡിൽ കുറേ ഓടിക്കഴിയുമ്പോൾ നമ്മുടെ ചള്ളയൊക്കെ വണ്ടിയുടെ സൈഡിൽ നിന്ന് പോകുമല്ലോ ടയറിലൊക്കെ ഗൈസ്. അങ്ങനെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതായത് ഇവർ പറഞ്ഞേക്കുന്നതല്ല ഗൈസ്, അവർ ഉദ്ദേശിച്ചേക്കുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ട്രാക്കിൻ്റെ അങ്ങോട്ട് പോവാം. ഇനി നമുക്ക് കിലോമീറ്റേഴ്സ് കിടപ്പുണ്ട് ഗൈസ്. വണ്ടി കൊണ്ട് ഒത്തിരി പറപ്പിക്കാൻ പറ്റത്തില്ല. ഒത്തിരി പറപ്പിച്ചാൽ എവിടെയെങ്കിലും ചെന്ന് കയറും. പിന്നെ നമ്മൾ വണ്ടി ശരിയാക്കിയില്ലെങ്കിലോ അത് ടാസ്ക്കാണ് ഗൈസ്. നമുക്ക് ട്രാക്കിൽ ചെല്ലുമ്പോൾ വണ്ടി ഇടിച്ചാലും സീനൊന്നുമില്ല. എന്തായാലും നമുക്ക് നേരെ ട്രാക്കിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം നമ്മുടെ ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് നൈസായിട്ട് മഴയൊക്കെ പെയ്ത് കിടപ്പുണ്ട് ഗൈസ്. ആ വെള്ളം നിങ്ങൾക്ക് അടിക്കുമ്പോൾ അറിയാം ഗൈസ്. നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് എന്ന് പറയുന്ന സീനാണ്. പിന്നെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ഗ്ലേസിങ് കണ്ടോ ഗൈസ്. അതായത് നമുക്ക് നല്ല ഒരു ഗ്ലേസിങ് ടൈപ്പാണ് ഗൈസ്. കണ്ടോ, നമുക്ക് ആ ഒരു ഗൈസ് ആ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ കണ്ടോ ഗൈസ്. സീനാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്, സീനാണ് ഗൈസ്. കണ്ടോ ഗൈസ് ആ ഒരു പെയിൻറ്റ്, ആ ഒരു സംഭവം നമ്മുടെ താഴത്തെ ആ ഒരു സ്റ്റീലിൻ്റെ ആ സംഭവത്തിൻ്റെ തന്നെ കണ്ടോ ഗൈസ്. റിഫ്ലക്ഷനൊക്കെ നൈസാണ് ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മുടെ ട്രാക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത് ഗൈസ്. എപ്പോഴും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു അകത്തിട്ടിട്ടാണ് ഗൈസ്. അകത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീനായിരിക്കും ഗൈസ്. ലൈറ്റൊക്കെ ഓണായി സീനായി ഗൈസ്. അതിൻ്റെ അടുത്തുള്ളൊരു ലൈറ്റ് എന്തോ ചെയ്യുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. അത് പോയെന്ന് തോന്നുന്നു. ആ ലൈറ്റ് ചുമ്മാ ഷോ ഓഫിനാന്ന് തോന്നുന്നു ഗൈസ് വെച്ചേക്കുന്നത്. കത്തായിട്ടുണ്ടോ എല്ലാം തോന്നുന്നു ഗൈസ്, എല്ലായിരിക്കും. ആ മെയിൻ ലൈറ്റ് അതായിരിക്കും ഗൈസ്. എന്തായാലും പോട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഗൈസ്. ഇപ്പം നോക്കിയോ, ഇതിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ വണ്ടി അവിടെ ഇവിടെ ആക്കി ഇടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ ലുക്കേ അങ്ങ് മാറും ഗൈസ്. വണ്ടിയുടെ സൗണ്ട് സീനല്ലേ. നമ്മുടെ ഈ ഒരു ഇതിനകത്ത് കയറ്റിയിട്ട് വണ്ടിയുടെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും ഗൈസ്. തീയൊക്കെ പടപടയിലാണ് ഗൈസ് വരുന്നത്. വണ്ടിയുടെ ഇന്ത്യയിൽ സൈലത്തെ മീറ്ററും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. RPM മീറ്ററും സംഭവമൊക്കെ ഉണ്ട് ഗൈസ്. വണ്ടിയുടെ ലുക്കൊക്കെ സീനാണ് ഗൈസ്. നമ്മുടെ വീല് കറങ്ങുന്നതാണ് ഗൈസ്. കണ്ട സ്മോക്കും കാര്യങ്ങളൊക്കെ വന്നത് സീനാണ് ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി എങ്ങോട്ട് നോക്കാം ഗൈസ്. എന്തായാലും വണ്ടി ഇടിക്കും ഗൈസ്, ഉറപ്പാണ് ഗൈസ്. 200 ഹിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ എത്ര 200
280 ഗൈസ് പറഞ്ഞത്. 280 ഹിറ്റ് ചെയ്യൂ ഗൈസ്. 280 ഹിറ്റ് ചെയ്തു. 290 ഗൈസ്. 290 നൈസായിട്ടായി ഗൈസ്. അടിപൊളിയായിട്ട് 300 ഗൈസ്. 310 ഗൈസ്. 320 ഗൈസ്. 330 ഗൈസ്. 330 ഗൈസ്. 330 40 ഗൈസ്. 340 ഗൈസ്. 350 കയറാറായി ഗൈസ്. കയറുമെന്ന് തോന്നുന്നില്ല. 345 ഗൈസ്. കയറത്തില്ല ഗൈസ്. ഗൈസ് 345 ഗൈസ് നമ്മുടെ ലാസ്റ്റ് പവർ ഗൈസ്. ഞാനൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നല്ല ഒരു നേരെയുള്ള റോഡും ഗൈസ് അവിടെ വണ്ടി ഇല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് സെറ്റാണ്. നമുക്ക് ടോപ്പ് സ്പീഡ് എത്ര നമുക്ക് അറിയാൻ പറ്റും ഗൈസ്. 350 ഗൈസ്. എനിക്ക് തോന്നുന്നു വണ്ടി ഏകദേശം ഒരു 380 കയറും ഗൈസ്. ഉറപ്പാണ് 380 കയറും ഗൈസ്. നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഗൈസ്. അത്രയും പവർ അപ്പ് ചെയ്തിട്ട് വേഗം ഒരു വളവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഗൈസ്. വണ്ടി ഇടിക്കാത്ര ഇനിയൊന്നുമില്ല. 2 കാറേലും അങ്ങോട്ട് ഇടിക്കുകയൊക്കെ ചെയ്തു ഗൈസ്. വണ്ടിയെല്ലാം ചളങ്ങിയിട്ടുണ്ട്. ബോണറ്റില്ല ഗൈസ്. ഗൈസ് പക്ഷേ ഈ ഒരു ലുക്ക് വണ്ടിയുടെ കാണാൻ സീൻ ലുക്കാണ് ഗൈസ്. സീൻ ലുക്ക് തന്നെയാണ്. അതിലൊന്നും പറയില്ല നമുക്ക് ഗൈസ്. നമ്മളെ വണ്ടി സെറ്റപ്പ് വണ്ടിയാണ് ഗൈസ്. നമുക്ക് ഡ്രിഫ്റ്റൊക്കെ അടിച്ചേക്കാം ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.